വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 3 തരം ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു തരാം. നമുക്കറിയാം, ശരിയായ രീതിയിൽ ദഹനം നടക്കാൻ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന 3 അവയവങ്ങളാണ്. ഒന്ന് സ്റ്റൊമക്ക്, അതുപോലെ തന്നെ ലിവർ, പിന്നെ ഉള്ളത് പാൻക്രിയാസ്. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ പറഞ്ഞു തരാം. ഒന്ന്, വയറിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ. പലപ്പോഴും വയറിന്റെ ഫങ്ഷൻസ്, പ്രത്യേകിച്ച് സ്റ്റൊമക്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അഥവാ എച്ച് പൈലോറി ബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ അതിൻ്റെ ഇൻഫെക്ഷൻ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിൽ പ്രത്യേകിച്ച് അൾസറുകളായിക്കോട്ടെ, നീർക്കെട്ടുകളായിക്കോട്ടെ, പുണ്ണായിക്കോട്ടെ, ചിലപ്പോൾ അത് പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ ക്യാൻസർ വരെ ആക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പരിധി വരെ നമുക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ എച്ച് പൈലോറയുടെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാം. അതിന് എച്ച് പൈലോറി ആൻറ്റിബോഡിയുടെ പാനൽ ടെസ്റ്റ് ചെയ്താൽ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വയറിൻ്റെ അഥവാ സ്റ്റൊമക്കിൻ്റെ അസിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സിറം ഗ്യാസ്ട്രിൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അതറിയാൻ വേണ്ടി നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം. LFT എന്ന് പറയും. അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപക്ഷെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മൂന്നാമതായിട്ടുള്ളത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനം കൃത്യമായി നമുക്കറിയാം. സീറം അമൈലേസ്, ബ്ലഡിലെ അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ, പാൻക്രിയാസിന് നീർക്കെട്ടൊക്കെ, പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ അമൈലേസ് എന്ന് പറയുന്ന ഈ പറയുന്ന എൻസൈം ബ്ലഡിൽ ഒരു പരിധി വിട്ട് കൂടും. അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ഇതിൽ 1 2 ചെയ്താൽ മതിയാകും. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ വിട്ടുമാറാത്ത അസിഡിറ്റിയുടെ കാരണം കണ്ടുപിടിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്.